Hello everyone. Once again, welcome back to EduTutor. MEG 10 ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്താണ് അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നോട്ട്സ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ വി കണ്ടിന്യൂ വിത്ത് ബ്ലോക്ക് 2 യൂണിറ്റ് 2. Discuss the role of Hindu College in bringing Henry Derosio into the limelight of the intellectual world of early 19th century Calcutta. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഹെൻറി ഡെറോസിയോയെ ഒരു ഭൗതിക ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഭൗതിക വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കൽക്കട്ട എങ്ങനെയാണ് സഹായകരമായത്, അല്ലെങ്കിൽ കൽക്കട്ടയുടെ റോൾ എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. Hindu College played a pivotal role in bringing Henry Derosio into the limelight of the intellectual world of early 19th century Calcutta. In 1828, Derosio was appointed as a teacher of English language and literature at Hindu College, a prestigious institution that was the forefront of promoting Western education in India. This appointment marked a significant turning point in Derosio's life and career. 19ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബിഗിൻ ചെയ്തിട്ടുള്ള കാലഘട്ടമാണ്. ഈ സമയങ്ങളിൽ 1828 ഈ കാലഘട്ടത്തിലാണ് ഡെറോസിയോയ്ക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് അവിടുത്തെ ഹിന്ദു കോളേജ് ഓഫ് കാൽക്കറ്റയിൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത്. അന്ന് ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജായിരുന്നു ഹിന്ദു കോളേജ് ഓഫ് കാൽക്കട്ട. അപ്പോൾ അത് മുഖേന ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ, ഡെറോസിയുടെ ലൈഫിൽ വന്ന വലിയ മാറ്റത്തിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും കരിയറും ഒക്കെ മാറ്റിമറിച്ച ഒന്നായിരുന്നു ഈ ഒരു അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. As a teacher, Derosio proved to be enormously effective in handing down his ideological apparatus to his students. He was well versed in the Western intellectual tradition and was deeply influenced by the rationalist thought of the Western Enlightenment. Derosio's teaching style and his ability to connect with his students helped to inspire a generation of young minds. His students adored him and he acquired an ascendancy over their minds that was unparalleled. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഡെറോസിയോ വളരെയധികം സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു വ്യക്തിത്വമായി മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് ലെവലും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിന് ഫ്ലുവൻസി, ലാംഗ്വേജ് ഫ്ലുവൻസിയും അതുപോലെ തന്നെ വെസ്റ്റേൺ സ്റ്റൈൽസും അതെല്ലാം തന്നെ അദ്ദേഹത്തിന് അതിനോടുള്ള ഒരു ചായ്വ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു കുട്ടികൾക്കൊരു ആരാധനയായിരുന്നു ഇദ്ദേഹത്തിനോട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലുള്ള ഒരു മാറ്റത്തിനും ഇദ്ദേഹം ഒരു കാരണം ആയിട്ടുണ്ട്. Derosio's interaction with his students extended beyond the college premises. He started a debating club called the Academic Association, which provided a forum for discussing various socio-political issues, including the position of women in society and traditional Hindu customs. The club's meetings, which were attended by company officials, helped to establish Derosio as a leading figure in Calcutta's intellectual circles. ഡെറോസിയോ സ്റ്റുഡൻസിൻ്റെ കൂടെ കോളേജിൽ മാത്രമായിരുന്നില്ല ഒരു ഫ്രണ്ട്ലി നേച്ചർ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരുന്നത്, മറിച്ച് കോളേജിന് പുറത്തും അദ്ദേഹത്തിന് ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്ലി നേച്ചർ നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡെറോസിയോയ്ക്ക് ഈസി ആയിട്ട് ഈ സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ട് തന്നെ ഒരു അസോസിയേഷൻ, അക്കാഡമിക് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. ഈ അക്കാഡമിക് അസോസിയേഷൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് സോഷ്യൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് സോൾവ് ചെയ്യുക എന്നതായിരുന്നു. പ്രത്യേകിച്ചും അന്ന് വിമൻസ് അന്ന് ധാരാളം സ്ട്രഗിൾസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കായിരുന്നു കൂടുതലായിട്ടും ഇവർ സപ്പോർട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അന്ന് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കുറേ മീറ്റിങ്ങുകൾ, അതുപോലെ ഈ ക്ലബിൽ മീറ്റിങ്ങുകൾ ധാരാളം വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇദ്ദേഹത്തിൻ്റെ ഡെറോസിയോയുടെ കഴിവുകൾ മനസ്സിലാക്കാനും ഡെറോസിയോയെ അവിടുത്തെ ഒരു ഇൻ്റലക്ച്വൽ സർക്കിളിൻ്റെ തന്നെ ലീഡറാക്കി മാറ്റാനും ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ക്ലബിലെ ഒഫീഷ്യൽസിന് സാധിച്ചു. Through his teaching and his involvement with the Academic Association, Derosio was able to shape the minds of his students and inspire
them to think critically about the world around them. Many of his students, including Krishna Mohan Banerjee, Mahesh Chandra Ghosh, and Ram Gopal Ghosh, went on to become influential figures in their own right. Derosio's time at Hindu College was marked by controversy. However, his emphasis on rational inquiry and his criticism of traditional Hindu customs and practices led to accusations that he was corrupting the minds of Hindu youth. Eventually, these accusations led to his dismissal from the college in 1831. ഡെറോസിയോ ഇതുപോലെ ഈ അക്കാഡമിക് അസോസിയേഷൻ മുഖേന സ്റ്റുഡൻസായിട്ട് വളരെയധികം ഫ്രണ്ട്ലി ആയി. പിന്നെ സമൂഹത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ ഇദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, കുറേ അധികം ലീഡേഴ്സായിട്ട് സമൂഹത്തിൽ മാറിയ വ്യക്തികളൊക്കെ തന്നെയായിരുന്നു. അതിൽ എടുത്തു പറയാനുള്ള 2-3 പേരുകളാണ് കൃഷ്ണമോഹൻ ബാനർജി, മഹേഷ് ചന്ദ്രഘോഷ്, രാം ഗോപാൽ ഘോഷ് എന്നുള്ള വ്യക്തികൾ. അവരൊക്കെ പിന്നീട് അറിയപ്പെടുന്ന ലീഡേഴ്സായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഡെറോസിയോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ സമൂഹത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തി. ഇത് മുഖേന ഇദ്ദേഹത്തിന് കുറേ ഓപ്പോസിഷൻസ് ഉണ്ടാവുകയും ചെയ്തു. അത് ഷുവർ ആൻഡ് സർട്ടൻ ആണല്ലോ, അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ഇവർ സമൂഹത്തിൽ സൊസൈറ്റിയിൽ കൂടുതലായിട്ടും ഇൻവോൾവ് ചെയ്ത് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെ എതിർക്കാനായിട്ടും അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് മേലെ അവരൊരു കുറ്റം ആരോപിക്കുന്നത് സ്റ്റുഡൻസിനെ ഇദ്ദേഹം നല്ലതല്ല, മീൻസ് മോശമായിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയായിരുന്നു പഠിപ്പിക്കുന്നുണ്ടായിരുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തെ മേലെ അക്യൂസ് ചെയ്തതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഹിന്ദു യൂത്ത് അവിടുത്തെ ഹിന്ദു കോളേജിലുള്ള യൂത്തിനെ മൈൻഡ് കറപ്റ്റഡ് ആയിരുന്ന രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കുറച്ച് പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന് ആ ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റയിൽ നിന്നും ഡിസ്മിസൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പിന്നിൽ കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് അവിടെ നിന്നും 1831 ഡിസ്മിസൽ നൽകുകയും ഹിന്ദു കോളേജിന് പുറത്ത് ഇദ്ദേഹം പോവുകയും ചെയ്യുന്നു. Despite his short tenure at Hindu College, Derosio's impact on his students and the wider intellectual community in Calcutta was significant. He helped to inspire a generation of young thinkers and writers, and his legacy continued to shape the course of Indian English literature for many years to come. ഹിന്ദു കോളേജിൽ ഡെറോസിയോ വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ പഠിപ്പിച്ചിരുന്നുള്ളൂ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം യൂത്തിനെ, എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെ തന്നെ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചതും. ധാരാളം റൈറ്റേഴ്സൊക്കെ ഇദ്ദേഹം മുഖേനയാണ് ഇൻഫ്ലുവൻസ് ആയതും റൈറ്റേഴ്സ് രൂപം കൊണ്ടതും. ഇദ്ദേഹം ചെയ്തു വെച്ചിരുന്ന കോൺട്രിബ്യൂഷൻസ് ഇനി വരും കാലഘട്ടങ്ങളിലായാലും ഉപകാരപ്രദം തന്നെയാണ് നമ്മളുടെ ഇന്ത്യയിലും ഇന്ത്യൻ ലിറ്ററേച്ചറിലും. In conclusion, Hindu College played a crucial role in bringing Henry Derosio into the limelight as an academic and an activist. Through his teaching and his involvement with the Academic Association, Derosio was able to inspire a generation of young minds and shape the intellectual landscape of early 19th century Calcutta. Despite the controversy that surrounded him, Derosio's legacy as a pioneering figure in Indian English literature remains unchallenged. ഈ ഒരു ഭാഗം കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് ഷോർട്ട് ആക്കുകയാണ്. ഇദ്ദേഹം വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റയിൽ പഠിപ്പിച്ചിരുന്നുള്ളൂ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അദ്ദേഹം സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് വളരെ വലിയ രീതിയിലായിരുന്നു. അത് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് പിന്നീട് റൈറ്റേഴ്സായി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. പലരും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന വ്യക്തികളാണ് ഇദ്ദേഹം പഠിപ്പിച്ച പലരും തന്നെ. 19ാം നൂറ്റാണ്ടിലെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തിയാണ് ഹെൻറി ഡെറോസിയോ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിറ്ററേച്ചറിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയ ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിന് കോളേജിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പോലും അദ്ദേഹം അവിടെ തളർന്നില്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസൊക്കെ ഇന്നും നിലനിൽക്കുന്നതാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ. അത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, give a brief account of the character of Henry Derosio's literary output.
ഹെൻറി ഡെറോസിയോ സാഹിത്യ ലോകത്തിലേക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങളായി ഒന്ന് വിശദീകരിക്കാനാണ് പറയുന്നത്. Henry Derosio's literary output is characterized by its diversity, innovation, and nationalistic fervor. As a poet, Derosio was heavily influenced by the English Romantic poets, and his works reflect a similar emphasis on emotion, imagination, and the beauty of nature. His poetry is marked by its lyricism, rich imagery, and exploration of themes that were uniquely Indian, yet presented in a way that was accessible to a broader audience. ഹെൻറി ഡെറോസിയോയുടെ ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം കൂടുതലും ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത്. പ്രത്യേകിച്ചും നാഷണലിസ്റ്റ് ഫേവർ എന്ന് വെച്ചാൽ നമ്മുടെ നേഷനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി, ഇന്നോവേഷൻ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരു പോയറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്സിനോട് വളരെയധികം ആരാധന തോന്നിയിട്ടുണ്ട്. അവരുടെ പോയംസ് അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇമോഷൻസ്, ഇമാജിനേഷൻ, അതുപോലെ നേച്ചറിൻ്റെ ഒരു ബ്യൂട്ടിയെ കുറിച്ചിട്ടൊക്കെയുള്ള വർണ്ണനകൾ അദ്ദേഹം ധാരാളം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. Derosio's poetic style was innovative for its time, blending Western literary forms with Indian themes and imagery. His use of Indian mythology, geography, and cultural references helped to create a sense of national identity and belonging in his poetry. For example, in his poem, The Fakir of Jangira, Derosio draws on Indian mythology and folklore to tell a story of love and sacrifice, while also exploring themes of social reform and critique of traditional practices. ഡെറോസിയോയുടെ പോയംസിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അദ്ദേഹം കൂടുതലായിട്ടും ഇന്ത്യൻ തീംസും ഇന്ത്യൻ ഇമാജിനറി അല്ലെങ്കിൽ ഇമേജറി ഒക്കെ വെച്ചിട്ട്, അതായത് ഇന്ത്യനെ കുറിച്ച് ബേസ് ആയിട്ട് തന്നെയായിരുന്നു അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന പോയംസൊക്കെ. അതേസമയം വെസ്റ്റേൺ ലിറ്റററി ഫോംസ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് അത്രയ്ക്ക് മനോഹരമായിരിക്കുന്നത്. ഇന്ത്യൻ മിത്തോളജിയും ജിയോഗ്രഫിയും കൾച്ചറും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നാഷണൽ യൂണിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ നാഷണൽ ഐഡൻറ്റിറ്റീനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ഏറ്റവും എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു പോയമാണ് ദ ഫക്കീർ ഓഫ് ജംഗീര. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് ഡെറോസിയോയുടെ. അതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഐഡിയോളജി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു ലവ് സ്റ്റോറിയും അതുപോലെ തന്നെ സാക്രിഫൈസും കൂടി ചേർന്നതാണ്. അതേസമയം അതിൽ സോഷ്യൽ റീഫോമിനെയും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ക്രിറ്റിക് ചെയ്യുന്നതും ആയിരുന്നു ഈ ഒരു പോയത്തിൻ്റെ ഒരു തീം എന്ന് പറയാനായിട്ട്. Derosio's poetry is also notable for its nationalistic fervor. Poems such as To India, My Native Land and The Harp of India reflect his deep love and pride for his country, as well as his concern for its future under British rule. In these poems, Derosio expresses a sense of longing for India's glorious past and a desire to restore its former glory. His poetry is characterized by its emphasis on patriotism, nationalism, and the need for social reform. ഡെറോസിയോ എഴുതുന്ന ഈ സമയത്തിൻ്റെ ഒരു ബ്രിട്ടീഷ് റൂൾ ഓൾറെഡി നമ്മൾ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു കൺട്രോളിലായിരുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ലോങ്ങിങ്നെസ് ഉണ്ടായിരുന്നു, ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടുള്ളത്. ആ സമയത്ത് എഴുതിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പോയംസാണ് ടു ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ്, അതുപോലെ ദ ഹാർപ്പ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്രിയോട്ടിസത്തിനെയും നാഷണൽ ആയിട്ടുള്ള ഒരു ലവ്, നേഷനോടുള്ള ഒരു സിമ്പതി എല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഒരു സോഷ്യൽ റീഫോം ആഗ്രഹിച്ചിരുന്നതും അതിനായിട്ട് പോരാടിയിരുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് ഹെൻറി ഡെറോസിയോ പോലെയുള്ള അന്നത്തെ പോയറ്റ്സ്. In addition to his poetry, Derosio's literary output includes journalistic writings and essays. As the editor of the East Indian, a newspaper that advocated for the rights of Eurasians in India, Derosio wrote extensively on social
and a political issue of his time. His journalistic writings reflect his commitment to social reform and his desire to challenge traditional practices and attitudes. ഇദ്ദേഹം ഒരു പോയറ്റ് മാത്രമായി നിലനിന്നിരുന്നില്ല. വളരെ അധികം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. നിങ്ങളത് പരീക്ഷയ്ക്ക് എന്തായാലും എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് എഴുതേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹം ഒരു ജേർണലിസ്റ്റും കൂടിയായിരുന്നു. അദ്ദേഹം സോഷ്യൽ റീഫോമിനായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് കുറേ റൈറ്റിങ്സ്, അതിന് വേണ്ടി കുറേ കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹം കുറേ ചാലഞ്ചസ് ഒക്കെ ഏറ്റെടുത്തിരുന്നു. പ്രത്യേകിച്ചും അന്നത്തെ കാലത്തൊക്കെ ഒരു പ്രസ് തുറക്കുക അല്ലെങ്കിൽ ഇതുപോലെ എഴുതുക, ഒരു ജേർണലിസം നടത്തുക എന്ന് പറയുന്നത് അത്രയ്ക്കും എളുപ്പം കാര്യമല്ല. വളരെ അധികം റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അന്നത്തെ ട്രഡീഷണൽ പ്രാക്ടീസസിനെ കുറിച്ചിട്ട് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതിനെ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനൊക്കെ ഒരു നമ്മുടെ സൊസൈറ്റിയിലെ പ്രോഗ്രസ്സും വരുത്താനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കൂടെ നടന്നിരുന്നത്. ഇവിടെ ഒരു കാര്യം വിട്ടുപോയി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യൻ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർ ആയിരുന്നു. ഓക്കെ, അത് എടുത്ത് പറഞ്ഞ് എഴുതണം കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. Derosio's literary output was cut short by his untimely death at the age of 22. Despite his brief career, however, he left a lasting impact on Indian English literature. His poetry and other writings helped to establish a new tradition of Indian English literature that was marked by its emphasis on nationalism, social reform, and cultural identity. Derosio's legacy continues to inspire writers and scholars today, and his works remain an important part of India's literary heritage. എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ പറയാൻ പോകുന്നത്. 22 വയസ്സിലാണ് ഡെറോസിയോ മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഷോർട്ട് പീരീഡിലാണ് ഇദ്ദേഹം ഇത്രയും ഫേമസ് ആയത്. അദ്ദേഹം ഹിന്ദു കോളേജ് ഓഫ് കാൽക്കട്ടയിൽ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ധാരാളം കോൺട്രിബ്യൂഷൻസ് ഇന്ത്യൻ ലിറ്റററി ലോകത്തിലോട്ട് തരുന്നുണ്ട്. ഒരു അസോസിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക വിത്ത് ബംഗാളി സ്റ്റുഡൻസ്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അല്ലേ. സോഷ്യൽ റീഫോമിനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുക, കൾച്ചറൽ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ജേർണലിസം ചെയ്യുക, അങ്ങനെ എന്തൊക്കെ വർക്കുകൾ അദ്ദേഹം ചെയ്തു. പക്ഷേ 22 വയസ്സിൽ അദ്ദേഹം മരിക്കുന്നുണ്ട്. അതിൻ്റെ ആ കാലയളവിൽ അദ്ദേഹം ത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെ ഇന്ത്യയിലോട്ടുണ്ടായിരുന്നു. One of the most striking aspects of Derosio's literary output is its exploration of themes that were considered radical and innovative for his time. His poetry and other writings challenged traditional practices and attitudes, advocating for social reform and women's rights. Derosio's emphasis on reason, intellect, and critical thinking helped to shape the intellectual landscape of early 19th century India. Derosio's use of language is also noteworthy. His poetry is characterized by its lyricism, rich imagery, and musical quality. He drew on a range of literary influences from classical Greek and Roman poetry to English Romanticism to create a unique and expressive voice. Derosio's writing style was marked by its clarity, elegance, and persuasive power, making him an effective advocate for social reform and nationalism. ഡെറോസിയുടെ എഴുത്തിൻ്റെ മറ്റ് പ്രത്യേകതകളെന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റൈലായിരുന്നു, റൈറ്റിംഗ് സ്റ്റൈൽ തന്നെയായിരുന്നു. ട്രഡീഷണൽ പ്രാക്ടീസസ് ഒക്കെ അദ്ദേഹം ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ. അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുകയും അതിനൊരു സോഷ്യൽ റീഫോം ആഗ്രഹിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. 19ാം നൂറ്റാണ്ടിൽ വരുത്തിയ വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കൂടെ തന്നെ അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചു. അതുപോലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം റോമൻ പോയട്രി, ഗ്രീക്കും റോമൻ പോയട്രിയും അതിൽ റൊമാൻറ്റിസിസത്തിനെ അദ്ദേഹം ഒത്തിരി അഡ്മയർ ചെയ്തിരുന്നു. അത് അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അതിൻ്റെ ഒരു ചൊവ്വ വരുത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു. ആ സ്റ്റൈലൊക്കെ അദ്ദേഹം കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ ക്ലാരിറ്റിയുള്ള, എലഗൻസ് ആയിട്ടുള്ള, വളരെയധികം പവർഫുള്ളായിട്ടുള്ള റൈറ്റിങ്സ് ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്.
In conclusion, Henry Derosio's literary output is a testament to his innovative spirit, nationalistic fervor, and commitment to social reform. His poetry and other writings helped to establish a new tradition of Indian English literature that continues to inspire writers and scholars today. Despite his brief career, Derosio left a lasting impact on Indian English literature, and his works remain an important part of India's literary heritage. ഇനിയും എടുത്ത് പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു നാഷണാലിസം അത് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൂടെ വരുത്താനായിട്ട് സാധിച്ചതും വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ ലിറ്ററേച്ചറിൽ ധാരാളം കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് സാധിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. അതുപോലെ തന്നെ യൂത്തിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പിക്ക് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 3. Comment on the literary legacy of Henry Derosio. ഹെൻറി ഡെറോസിയോയുടെ സാഹിത്യ പാരമ്പര്യത്തെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. Henry Derosio's literary legacy is profound and far-reaching, despite his tragically short career. As a pioneering figure in Indian English literature, Derosio played a crucial role in shaping the course of literary history in India. His influence extended beyond his own writings, inspiring a generation of young writers and thinkers who followed in his footsteps. ഹെൻറി ഡെറോസിയോയുടെ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് തന്നെ വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ലിറ്റററി ഹിസ്റ്ററി ഇപ്പോൾ നിലനിൽക്കുന്ന ഒന്നാണ്. ധാരാളം വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചേഴ്സ്. ഓക്കെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ലിറ്റററി കോൺട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് പുതിയ ജനറേഷൻസിന് യങ് ജനറേഷൻസിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ ഒരു ലിറ്ററേച്ചർ ആയിട്ടല്ല അല്ലെങ്കിൽ ലിറ്റററി കോൺട്രിബ്യൂഷൻ ആയിട്ടല്ല കണക്കാക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ നാഷണാലിസം, സോഷ്യൽ റീഫോമിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ഓഫ് സ്റ്റൈലെല്ലാം വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. One of the most significant aspects of Derosio's literary legacy is his role in promoting Indian nationalism and cultural identity. Through his poetry and other writings, Derosio helped to create a sense of national pride and belonging among Indians, encouraging them to think critically about their cultural heritage and their place in the world. His emphasis on Indian themes, mythology and history helped to establish a distinctively Indian voice in English literature, paving the way for later writers like Torudutt, Sarojini Naidu and Rabindranath Tagore. ഇന്ത്യയുടെ നാഷണാലിസത്തെയും കൾച്ചറൽ ഐഡൻറ്റിറ്റിയെയും മാറ്റിമറിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഡെറോസിയോ. വളരെ ചുരുക്കം കാലഘട്ടത്തിൽ തന്നെ ധാരാളം റൈറ്റിങ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു നാഷണൽ പ്രൈഡ്, ഒരു സെൻസ് ഓഫ് നാഷണൽ പ്രൈഡും അതുപോലെ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് ഒരു ബിലോങ്ങിങ്നെസ്സിനെ കുറിച്ചിട്ടും നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ധാരാളം കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തീം, മിത്തോളജി, ഹിസ്റ്ററി ഇതെല്ലാം തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. മെയിനായിട്ട് പറയാനായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അദ്ദേഹം മുഖേന ധാരാളം ആൾക്കാർ, ധാരാളം വ്യക്തിത്വങ്ങൾ എന്താ പറയുക ഇതിലോട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി ലീഡേഴ്സ്, ഒത്തിരി റൈറ്റേഴ്സിന് രൂപം കൊടുക്കാനായിട്ട് സാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഡെറോസിയോ. Derosio's legacy is also evident in the impact he had on his students and contemporaries. As a teacher at Hindu College, Derosio inspired a generation of young minds, encouraging them to think critically and challenge traditional practices and attitudes. Many of his students, including Krishna Mohan Banerjee and Ram Gopal Ghose, went on to become influential figures in their own right, contributing to the growth of Indian English literature and development of modern Indian thought.
അദ്ദേഹത്തിൻ്റെ വർക്ക് അറ്റ് ഹിന്ദു കോളേജ് ഓഫ് കാൽക്കട്ടയാണ് ഇവിടെ എടുത്തു പറയാനായിട്ടുള്ളത്. അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചതും. ട്രഡീഷണൽ പ്രാക്ടീസസിനും ആറ്റിറ്റ്യൂഡ്സിനും മാറ്റങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു അസോസിയേഷൻ തന്നെ രൂപീകരിച്ചു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് സ്റ്റുഡൻസ്. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് സ്റ്റുഡൻസ് ആണ് കൃഷ്ണമോഹൻ ബാനർജി, രാം ഗോപാൽ ഘോസ്. ഇവരെല്ലാം തന്നെ പിന്നീട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് നൽകാനായിട്ട് സാധിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ്. Derosio's literary output itself, though not vast, remains an important part of India's literary heritage. His poetry in particular is notable for its lyricism, rich imagery, and exploration of themes that were uniquely Indian. Poems like The Fakir of Jangira and To India, My Native Land continues to be celebrated for their beauty, passion, and nationalistic fervor. Moreover, Derosio's legacy extends beyond literature to the broader cultural and intellectual landscape of India. His emphasis on reason, intellect, and critical thinking helped to shape the intellectual currents of early 19th century India, contributing to the growth of modern Indian thought and the development of new social and cultural movements. കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെയാണ് ഇവിടേക്കും വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് 3 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു ചോദ്യം തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അതേ പോയിന്റ്സ് തന്നെയായിരിക്കും ബാക്കിയുള്ള ആൻസേഴ്സിനും വരുന്നത്. ഓക്കെ, ഇതൊക്കെ കാണാപ്പാഠം പഠിക്കാനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളൊക്കെ MA സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി നമ്മുടേതായ ലാംഗ്വേജിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾക്ക് ദ ഫക്കീർ ഓഫ് ജംഗീര, ടു ഇന്ത്യ, മൈ നാറ്റീവ് ലാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇൻ്റലക്റ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ് അങ്ങനത്തെ കുറച്ച് വേർഡ്സുകളൊക്കെ. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് കുറച്ചൊക്കെ നമ്മളുടേതായ രീതിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജയിക്കാവുന്നേ ഉള്ളൂ. Despite the controversy that surrounded him during his lifetime, Derosio's reputation as a pioneering figure in Indian English literature has endured. Today he is celebrated as a trailblazer who helped to establish Indian English literature as a distinct and vibrant literary tradition. His legacy continues to inspire writers, scholars, and thinkers, reminding them to the power of literature to shape culture, identity, and national consciousness. ധാരാളം ഇദ്ദേഹം 22 വയസ്സിൽ മരിച്ചെങ്കിലും കുറച്ച് കാലഘട്ടം മാത്രമേ കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് ഓഫ് കാൽക്കറ്റയിൽ വർക്ക് ചെയ്തിരുന്നുള്ളൂ. അതിനുശേഷം ഇദ്ദേഹം ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ നിന്ന് പുറത്താക്കാൻ ചെയ്തു. കാരണം അത്രയ്ക്കധികം ഇദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മേലെ ആരോപിച്ച കുറ്റങ്ങളൊന്നും ഇദ്ദേഹം ചെയ്തതല്ലായിരുന്നു. ഓക്കെ, എന്നിട്ടും അദ്ദേഹം പിന്നെയും ലിറ്ററേച്ചറിന് അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ധാരാളം വർക്ക് ചെയ്തു. അതൊക്കെ നാഷണാലിസത്തെ ബേസ് ചെയ്തിട്ടായിരുന്നു. സോഷ്യൽ റീഫോമിന് അദ്ദേഹം പിന്നോക്കം വെച്ചില്ല. അദ്ദേഹം പിന്നെയും സോഷ്യൽ റീഫോം ചെയ്യാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് കുറേയധികം സ്കോളേഴ്സും തിങ്കേഴ്സും ഇവരൊക്കെ തന്നെ ഇദ്ദേഹം മുഖേന ഇൻസ്പയർ ആയതും. In conclusion, Henry Derosio's literary legacy is a testament to his innovative spirit, nationalistic fervor, and commitment to social reform. Through his writings, teachings, and activism, Derosio helped to shape the course of Indian English literature and the broader cultural and intellectual landscape of India. His influence continues to be felt today, inspiring new generations of writers, scholars, and thinkers to explore the complexities of Indian culture, identity, and national consciousness. ഒരു ടീച്ചറായിരിക്കുക എന്നത് മാത്രമായിരുന്നില്ല. ടീച്ചറായിരിക്കെ അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അതിനുപരി അദ്ദേഹം ഒരു സോഷ്യൽ റീഫോമർ ആയിരുന്നു. വളരെയധികം ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നേഷന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണം, നേഷൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഈ ബ്രിട്ടീഷ് റൂളിൻ്റെ ഒരു അവസാനം കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ നിലനിൽക്കുന്നതും അതൊക്കെ ഒത്തിരി പ്രാധാന്യം നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമുക്ക് ലഭിക്കുന്നതും. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ നമ്മൾ ഇന്നും ഡെറോസിയെക്കുറിച്ച് പഠിക്കുന്നത്.
ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റിലുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കുറച്ചൊക്കെ വേഗത കൂടിയിട്ടുണ്ടായിരിക്കും അല്ലേ? പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വേഗതയിലൊക്കെ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാനതിന് റിപ്ലൈ തരാം. മെയിൽ അയച്ചാലും മതി. ഓക്കെ, സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ലിങ്കുകളും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കൂ. പരീക്ഷയുടെ സമയമായെന്ന് അറിയാം. അടുത്ത മാസമല്ലേ പരീക്ഷ? അപ്പോൾ പഠിച്ചു കഴിഞ്ഞോ? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ഒരു മാസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി ജയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ? എനിക്കതൊരു ഉപകാരമായിരിക്കും. ഓക്കെ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. സോ ബൈ ആൻഡ് ടേക്ക് കെയർ.